we became the fourth country to land to demonstrate the soft landing onto the moon surface. 2023 ആഗസ്റ്റ് 23 വൈകിട്ട് 6:04 ഓരോ ഇന്ത്യൻ ജനതയും അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. ചന്ദ്രനെ പറ്റി ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടി ISRO ഡെവലപ്പ് ചെയ്ത Chandrayaan-3 എന്ന മിഷൻ ചന്ദ്രയാന്റെ ഉപരിതലത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. അതിനുശേഷം Chandrayaan-3 എടുത്ത ഫോട്ടോസ് ചന്ദ്രനിൽ നിന്ന് അയക്കുകയും ഇവിടെ നിന്ന് റിസീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ചന്ദ്രയാനെ പറ്റിയോ ചന്ദ്രയാൻ എങ്ങനെ ചന്ദ്രനിൽ എത്തിയതിനെ പറ്റിയോ അല്ല. പകരം ഇത്രയും അകലെയുള്ള ചന്ദ്രനിൽ നിന്ന് ചന്ദ്രയാൻ എങ്ങനെയാണ് ഡാറ്റ ഭൂമിയിലോട്ട് സെൻഡ് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്, ബഹിരാകാശത്തുള്ള ഒരു വസ്തുവുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,000 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലൊരു വസ്തുമായിട്ട് ഭൂമിക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ Chandrayaan-3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഈ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും അതുപോലെ ഇത് റിസീവ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ ഭൂമിയിലും വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ചന്ദ്രനിൽ നിന്ന് സെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് ഈ ചന്ദ്രനിൽ നിന്ന് വരുന്ന ഡാറ്റ റിസീവ് ചെയ്യാനുള്ള ആൻറ്റിനാസ് നമ്മൾ ബാംഗ്ലൂരിന് അടുത്ത് തന്നെയാണെന്ന് കേട്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയി. ഓക്കെ ശരി, ഇവിടെ അടുത്തല്ലേ, നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ച് തരുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ സിബിനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് രാവിലെ പോയി. വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവിടെ പോവാം, ഉള്ളിൽ കയറാം, ഷൂട്ട് ചെയ്യാം, നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ എത്തി, അവിടെ ഭയങ്കര ഒരു ഗ്രാമപ്രദേശമായിരുന്നു, വളരെ വിജനമായ ഒരു സ്ഥലം, ആരും ഇല്ല അവിടെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ആൻറ്റിനാസൊക്കെ കാണാൻ പറ്റും. ആ ഒരു പ്രദേശം വലിയൊരു ഏരിയയിൽ 3 ആൻറ്റിനാസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനുള്ള എൻട്രൻസിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇറങ്ങുന്ന സമയത്ത് സിബി ക്യാമറയും കൊണ്ട് ഇറങ്ങി ബൈക്കിൽ. ക്യാമറ കണ്ടതും ആ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പട്ടാളക്കാരും പോലീസുകാരും തോക്കും പിടിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. സത്യം ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഇത് റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിലൊരു മലയാളി പോലീസും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മളോട് സംസാരിച്ചപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും കയറാനൊന്നും പറ്റില്ല, ISROയുടെ ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇതൊക്കെയെന്ന്. ക്യാമ്പിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അത് ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഏതായാലും പോയതല്ലേ, ഇനി വെറും കൈയോടെ വരുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പറമ്പ് പോയി, കുറച്ച് ഡിസ്റ്റൻസിലുള്ള. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിന ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഒരു 33 കിലോമീറ്റർ അകലെയുള്ള ബയാലാലി എന്ന ഗ്രാമത്തിലാണ്. എൻ്റെ കൂടെ സിബിൻ ജോസഫ് ഉണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ISROയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ആൻറ്റിന സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റിന കാണാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ TV കാണാൻ വേണ്ടി ആൻറ്റിനാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നത് ചന്ദ്രനിൽ നിന്നും ചന്ദ്രയാൻ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ റിസീവ് ചെയ്യാനും നമുക്ക് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ള പ്രതീക്ഷയോടെ വലിയ ആവേശത്തോടെയാണ് വന്നത്. അപ്പോൾ ചന്ദ്രനിലെത്തി ആദ്യമായിട്ട് ദൃശ്യങ്ങൾ എത്തിയ സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് 3 ആൻറ്റിനാസ് ഉണ്ട് ഇതുപോലെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു ആൻറ്റിന മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇവിടെ കൂടുതൽ സമയം നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിബിൻ വരെ കൈ വരച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ സ്കൂട്ട് ആവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇത് എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, അതായത് ചന്ദ്രനിൽ നിന്നും ഈ Chandrayaan-3 എങ്ങനെയാണ് ഡാറ്റ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ സെൻഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ വേണമല്ലോ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ Chandrayaan-3യുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, പിന്നെ ലാൻഡർ, പിന്നെ റോവർ. ഇതൊക്കെ കൺഫ്യൂഷൻ ആവേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ചന്ദ്രനിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ, അതായത് ചന്ദ്രൻ്റെ ഒരു ലൂണാർ ഓർബിറ്റിൽ എത്തുന്ന സമയത്ത് ഈ 3 ഒരുമിച്ചായിരിക്കും. ഇതിൽ നിന്നും ഈ ഒരു ഓർബിറ്റിൽ എത്തുന്ന സമയത്ത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇതിൽ നിന്നും വേർപെടും. എന്നിട്ട് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഈ ലൂണാർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കും, അതായത് ചന്ദ്രന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ശേഷം ഈ ലാൻഡറും റോവറും അടങ്ങിയ ഈ ഒരു സംഭവം ചന്ദ്രനിലോട്ട് എത്തും. പിന്നെ ഈ ലാൻഡറാണ് ഈ ഒരു ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തത്. ഈ റോവർ ഇരിക്കുന്നത് ഈ ലാൻഡറിൻ്റെ ഉള്ളിലാണ്, അതായത് ജസ്റ്റ് ഒരു റോബോട്ട് പോലെയാണ്. അപ്പോൾ ഈ സേഫായിട്ട് ലാൻഡ് ചെയ്ത ഈ ഒരു ലാൻഡറിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു റോവർ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഓടി നടന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ റോവർ ഓടി നടന്ന് ഈ ഫോട്ടോസ് എടുക്കുന്നു, അതുപോലെ തന്നെ ഈ മണ്ണ് കളക്ട് ചെയ്യുന്നു, സാമ്പിൾ ഡാറ്റ എടുക്കുന്നു. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഈ ഡാറ്റ ലാൻഡറിന് കൊടുക്കും. എന്നിട്ട് ഈ ലാൻഡറാണ് ഈ ഡാറ്റ നമ്മൾ ഭൂമിയിലോട്ട് അയക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഈ ലാൻഡർ ഡാറ്റ ഭൂമിയിലോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ഏത് രൂപത്തിലായിരിക്കും അയച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഈ ഡാറ്റ അയക്കുന്നത് റേഡിയോ വേവ്സ് രൂപത്തിലാണ്. അപ്പോൾ റേഡിയോ വേവ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്.
അതായത് ഭൂമിയിൽ നിന്നും സാറ്റലൈറ്റിലോട്ട് എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സെയിം റേഡിയോ വേവ്സ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റേഡിയോ വേവ്സ് ലൈറ്റ് പോലെയാണ്, ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കും. അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ ഈ ഒരു വേവ്സിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ഭൂമിയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ചന്ദ്രനിലോട്ട് പോയി ചന്ദ്രൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2.6 സെക്കൻഡ് എടുക്കും. ഇനി വേറൊരു കാര്യം, ഈ ലാൻഡറിന് റോവറിനൊക്കെ നമ്മൾ പേരിട്ടിരിക്കുന്നുണ്ട്. ഈ ലാൻഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിക്രം. അതായത് ISRO ചെയർമാനായിട്ടുള്ള വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കാണ് ഈ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ ഒരു റോബോട്ട്, അതായത് റോവർ, ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രൊക്യാമ്പ്. അതായത് ഹിന്ദിയിൽ അതിൻ്റെ മീനിങ് നോളജ് എന്നാണ്. അപ്പം ഈ പേരൊക്കെ പോട്ടെ, ഞാൻ പറയാൻ വന്നതല്ല. അതായത് ലാൻഡറിൽ നിന്നും ഇപ്പോൾ ഡാറ്റ ഡയറക്റ്റ് ഭൂമിയിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു കേസ് വന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ ചന്ദ്രയാൻ 3യുടെ മുന്നേ ചന്ദ്രയാൻ 2 എന്നൊരു മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫെയിലായിപ്പോയി. കാരണം എന്താ? അത് സേഫ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പല ഡിവൈസും അത് ക്രാഷ് ആയിട്ട് പല ഡാറ്റ കളക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് അത് വിജയിക്കാതെ പോയത്. പക്ഷേ ആ ചന്ദ്രയാൻ 2യുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇപ്പോഴും ചന്ദ്രന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചന്ദ്രയാൻ 2യുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രയാൻ 3 ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചന്ദ്രനിൽ നിന്നും ഡാറ്റ ഡയറക്റ്റ് ഭൂമിയിലേക്ക് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 2ന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് ഡാറ്റ ഭൂമിയിലോട്ട് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ചന്ദ്രയാൻ 3യുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ചന്ദ്രയാൻ 3യുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അവിടെയുള്ള അന്തരീക്ഷത്തെ നിരീക്ഷിക്കുകയും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ ഡാറ്റ ഭൂമിയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചന്ദ്രൻ ഇന്ന് ഡാറ്റ സെൻഡ് ചെയ്തു റേഡിയോ വേവ്സ് ആയിട്ട്. ഈ സെൻഡ് ചെയ്ത ഡാറ്റ ഭൂമിയിൽ റിസീവ് ചെയ്യണം അല്ലേ? ഈ റിസീവ് ചെയ്യാനുള്ള ഈ ഡിഷുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ബാംഗ്ലൂരിനടുത്ത് ഇതിന് വേണ്ടി 3 ഡിഷുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഡാറ്റ മോണിറ്റർ ചെയ്യാനും തിരിച്ചൊരു കമാൻഡ് കൊടുക്കാനൊക്കെ ഒരു ടീമുണ്ട് ഇവിടെ, ISROയുടെ. ഞാൻ പറയുന്ന പേരാണ് ISRO ടെലിമെട്രിക് ട്രാക്കിംഗ് കമാൻഡ് ആൻഡ് നെറ്റ്വർക്ക് ടീം. അതായത് ഈസ്റ്റ് ട്രാക്ക് എന്ന് പറയും. അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ തന്നെയാണ്. ഇവരാണ് ഇത് നിരീക്ഷിക്കുന്നത്. അതായത് ചന്ദ്രയാൻ 3 ചന്ദ്രൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാ കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ടീമായിരുന്നു. ഇനി ഭൂമിയുടെ മറുഭാഗത്താണ് ചന്ദ്രൻ വരുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്തു. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും ഇന്ത്യയുടെ വേറെ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡാറ്റ സാറ്റലൈറ്റ് കളക്ട് ചെയ്യും. അപ്പോൾ വേറെ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ ഈ ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് ഈ ഡാറ്റ എത്തിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലും ഇതുപോലെ ആന്റിനാസ് വെച്ചിട്ടുണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യ അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഡാറ്റ അവർക്കും കൊടുക്കും. ഇതൊരു നെറ്റ്വർക്കാണ് പല രാജ്യങ്ങൾ തമ്മിലുള്ള. അപ്പോൾ ബഹിരാകാശത്തിലെ സ്പേസ് ക്രാഫ്റ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളൊരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. അപ്പൊ നാസ അവരുടെ ബഹിരാകാശ ഗവേഷണം നടത്തുന്ന സമയത്താണ് മനസ്സിലാക്കിയത്, നമുക്ക് ഭൂമിയുടെ പല ഭാഗത്തുകളായിട്ട് ഇതുപോലെ ആന്റിന വെക്കേണ്ടി വരും. പല ഭാഗങ്ങളിലായിരിക്കും ഡാറ്റ വരുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അവർ ഭൂമിയിലെ 3 ഭാഗങ്ങളിലായിട്ട് ഈ ആന്റിനസ് സെറ്റ് ചെയ്തു. ആ 3 ഭാഗങ്ങളായിരുന്നു, ഒന്ന് US, ഒന്ന് ഓസ്ട്രേലിയ, ഒന്ന് സ്പെയിൻ. അത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു 120 ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ ഒരു 3 സ്ഥലങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഡാറ്റ വന്നു കഴിഞ്ഞാലും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ പുതിയ ആന്റിനാസ് വന്നു. അതുപോലെ തന്നെ നാസ പല സ്പേസ് ക്രാഫ്റ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാസ പറയുന്നത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പീഡിൽ, അതായത് ഒരുപാട് ദൂരെയുള്ള വസ്തുക്കളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ എത്ര ദൂരം അകലെയുള്ള ഒരു വസ്തുക്കളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ എത്ര ദൂരം അകലെയുള്ള ഒരു വസ്തുക്കളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് 1977 നാസ സോളാർ സിസ്റ്റം പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള 2 എയർക്രാഫ്റ്റുകൾ, Voyager 1 ആൻഡ് Voyager 2. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നാസ അവയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഈ 2 സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Voyager 1, Voyager 2. അപ്പോൾ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത്, അതായത് 46 വർഷമായി ഇത് ഭൂമിയിൽ നിന്ന് വിട്ടിട്ട്. Voyager 2 46 വർഷം 27. അപ്പോൾ Voyager 2 ആണ് ഫസ്റ്റ് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ Voyager 1 ഭൂമിയിൽ നിന്ന് ഏകദേശം 1500 കോടി
മൈൽസ് അകലെയാണ്. അത് കിലോമീറ്ററോട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2412 കോടി കിലോമീറ്റേഴ്സ് വരും. അപ്പം മാത്രമല്ല, ഇത് ഇപ്പോഴും ഭൂമിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അകന്ന് പോകുന്ന ഈ സ്പീഡാണ് കണ്ടില്ലേ, 38,026 മൈൽസ് പെർ ഹവർ. അതായത് ഏകദേശം 61,000 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഇപ്പോഴത്തെ റെക്കോർഡ്. ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് ഭൂമിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു റേഡിയോ വേവ്സിൻ്റെ പവർ നമ്മൾ നോക്കണം. ഇനി അടുത്ത ഇൻഫർമേഷൻ, അതായത് ഇത് എത്ര സമയം കൊണ്ടാണ് അവിടെ നിന്നും ഭൂമിയിലോട്ട് ഈ ഡാറ്റ എത്തുന്നത്. അതായത് 22 മണിക്കൂറും 21 മിനിറ്റും. അപ്പോൾ ഇനി ഇവിടുന്ന് റിക്വസ്റ്റ് അയച്ച് അവിടെ എത്തി തിരിച്ചു റെസ്പോൺസ് വരണമെന്നുണ്ടെങ്കിൽ, അതായത് 2-വേ കമ്മ്യൂണിക്കേഷന് 44 മണിക്കൂർ എടുക്കും. ഇത്രയും ടൈം ഡിലേ ഉണ്ട് ഈ സ്പേസ് ക്രാഫ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് Chandrayaan-3 എങ്ങനെയാണ് ഡാറ്റ ഭൂമിയിലോട്ട് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ ബഹിരാകാശത്തുള്ള ഒരു വസ്തുവുമായിട്ട് എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഷെയർ ചെയ്യേണ്ടത് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.